എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മുകളിലൊരു ചോദ്യം കണ്ടുണ്ടായിരിക്കും, വില കൂടുതലാണോ? അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. യുആർയോന്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറിന്റെ ഏറ്റവും ബേസിക് പ്രൈസ് വരുന്നത് 3999 രൂപയാണ്. ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 രൂപയുടെ വാട്ടർ ലെവൽ കൺട്രോളർ അവൈലബിൾ ആണ്. അപ്പോൾ യുആർയോ എന്ന് പറയുന്ന കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഇറക്കിക്കൂടെയാണ്. ശരിയാണ്, ഞങ്ങൾക്ക് 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് സാധിക്കും. 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഇറക്കിയാലുള്ള പ്രശ്നം, അതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, സെൻസറിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു വാട്ടർ ലെവൽ കൺട്രോളർ നിങ്ങളുടെ വീട്ടിലൊരു ഇലക്ട്രിക്കൽ ഉപകരണം മേടിക്കുന്ന പോലെ നിങ്ങൾ വാട്ടർ ലെവൽ കൺട്രോളർ വില കുറവ് നോക്കി മേടിക്കാൻ പാടില്ല. കാരണം വാട്ടർ ലെവൽ കൺട്രോളർ വില കുറവ് നോക്കി മേടിച്ചാൽ നിങ്ങളുടെ മോട്ടർ കത്തിപ്പോവും. ഉദാഹരണത്തിന് ഇപ്പൊ ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് വില വെറും 700 രൂപയെ വിലയുള്ളൂ. അത് മോട്ടോർ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ആക്കും. കാര്യം നിങ്ങളുടെ പർപ്പസ് നടക്കും. പക്ഷെ മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ മോട്ടോർ ഡ്രൈ റണ്ണിൽ ഓടി കത്തിപ്പോവും. അത് 800 രൂപയ്ക്ക് നിങ്ങൾ ഈ വില കുറവിന് കിട്ടി, നിങ്ങളുടെ പർപ്പസ് നടന്നു എന്ന് വിചാരിച്ചത് മേടിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് മോട്ടോർ കത്തിപ്പോയ 3000 മുതൽ അങ്ങോട്ട് മേലേക്ക് മോട്ടോർ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചെലവാകും. അപ്പോ ഈ മോട്ടോർ കത്തിപ്പോവാതിരിക്കണമെങ്കിൽ അതിന്റെ ബിൽഡ് ക്വാളിറ്റി, കൺട്രോളറിന്റെ ബിൽഡ് ക്വാളിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ സെൻസറിന്റെ ക്വാളിറ്റിക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൻസർ വെള്ളമായിട്ട് കോണ്ടാക്ട് ഉള്ളതാണെങ്കിൽ പൂപ്പല് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പൂപ്പല് പിടിക്കാനുള്ള കാരണം വെള്ളത്തിലുള്ള അയേണിന്റെ കണ്ടന്റ് ആണ്. എല്ലാ വെള്ളത്തിലും അയേണിന്റെ കണ്ടന്റ് ഉണ്ടാവും. ചിലയിടത്ത് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അവിടെ ചിലപ്പോൾ 3, 4, 5 വർഷം ഇത് പൂപ്പല് പിടിക്കില്ല. സെൻസർ വെള്ളമായിട്ട് കോണ്ടാക്ട് ഉള്ള സെൻസർ. ചിലയിടത്ത് നല്ല രീതിയിൽ അയേണിന്റെ കണ്ടന്റ് ഉണ്ടാവും. അവിടെ 6 മാസത്തിനുള്ളിൽ ഈ സെൻസർ പൂപ്പല് പിടിക്കും. ഈ കൺട്രോളേഴ്സിൽ, അതായത് 2000 രൂപയുടെ 3000 രൂപയുടെ ആയാലും വാട്ടർ ലെവൽ കൺട്രോളേഴ്സിൽ മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ ഓഫ് ആക്കാനുള്ള ഒരു സെൻസർ ഉണ്ട്, ഡ്രൈ റൺ സെൻസർ എന്ന് പറയും. ഈ സെൻസർ ഇതേപോലെ പൂപ്പല് പിടിച്ച് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇൻഡിക്കേഷൻ കിട്ടിയില്ലെങ്കിലോ, അതായത് ഈ സെൻസർ കംപ്ലൈന്റ് ആണെന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടിയില്ലെങ്കിലോ, കൺട്രോളറിന്റെ ഉള്ളിൽ ടൈമർ ഇല്ലെങ്കിലോ, ഇപ്പൊ യുആർയോന്റെ വാട്ടർ ലെവൽ കൺട്രോളറിൽ ടൈമറിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് 15 മിനിറ്റ് മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ ടൈമറിൽ നിൽക്കും. ഈ ടൈമർ ഇല്ലാത്തതും അതേപോലെ ഡ്രൈ റൺ സെൻസർ കംപ്ലൈന്റ് ആയ അതിന്റെ ഇൻഡിക്കേഷൻ ഇല്ലാത്തതുമായ വാട്ടർ ലെവൽ കൺട്രോളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വില കുറവിന്റെ ശ്രേണിയിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ സെൻസേഴ്സ് ഉപയോഗിക്കുന്ന അതേപോലത്തെ കൺട്രോളേഴ്സിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടോർ വെള്ളം എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പൂപ്പൽ പിടിച്ച സെൻസർ കംപ്ലൈന്റ് ആണെങ്കിൽ ഒരുപാട് നേരം ഓടുകയും എന്നിട്ട് മോട്ടോർ കത്തിപ്പോവുകയും ചെയ്യും. നമ്മളൊരു വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെൻസറിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ അതിന്റെ ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നോക്കി ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ് യുആർയോന്റെ ഏറ്റവും ബേസ് മോഡലിന് 3999 രൂപ വില വന്നിട്ടുള്ളത്. ഇത് വില കൂടുതലാണെന്ന് പറയണമെങ്കിൽ ഇതേ ടെക്നോളജിയിൽ, ഇതേ ഫീച്ചേഴ്സിലും പ്രൊട്ടക്ഷൻസിലും, ഇതേ വാറന്റിയിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ മറ്റൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് വില കൂടുതലാണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യുആർയോന്റെ പോലത്തെ ടെക്നോളജി ഉപയോഗിക്കുന്നതും അതേപോലെ ഇത്ര കോമ്പാക്ട് സൈസിലുള്ളതും ഇത്രയും വാറന്റി കൊടുക്കുന്നതുമായ മറ്റൊരു വാട്ടർ ലെവൽ കൺട്രോളർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല.